നമ്മുടെ ദൈവമേ കൈതൊഴാമിൽ മുഹമ്മദ് നബിയുടെ അനുയായികൾ വഴി നേരിട്ട് ഇസ്ലാം എത്തിയ നാടാണ് കേരളം. അതിന്റെ അടയാളങ്ങളാണ് പ്രവാചക അനുയായി മാലിക് ഇബ്നു ദീനാർ കേരളത്തിൽ പണി കഴിപ്പിച്ച പള്ളികൾ. 1400 വർഷം മുൻപ് നിർമ്മിച്ച കോഴിക്കോട് ചാലിയം പുഴക്കര പള്ളി പോർച്ചുഗീസ് ആക്രമണങ്ങളെ അതിജീവിച്ചാണ് നിലനിന്നത്. മതമൈത്രിയുടെ പ്രതീകം കൂടിയാണ് പുഴക്കര പള്ളി. പ്രവാചക അനുയായിയായ മാലിക് ഇബ്നു ദിനാർ കേരളത്തിലെത്തി 10 പള്ളികൾ നിർമ്മിച്ചു എന്നാണ് ചരിത്രം. അതിലൊന്നാണ് ചാലിയം പുഴക്കരയിലെ ഈ പള്ളി. AD 644 അറേബ്യയിൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ അനുയായിയായിരുന്ന മാലിക് ഇബ്നു ദിനാർ കൊടുങ്ങല്ലൂർ തീരത്ത് കപ്പലിറങ്ങുന്നത്. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ പള്ളികൾ നിർമ്മിക്കാൻ മാലിക് ഇബ്നു ദിനാറിന് പെരുമാൾ ഉൾപ്പെടെ അന്നത്തെ രാജാക്കന്മാർ അനുവാദം നൽകി. അങ്ങനെ നിർമ്മിച്ച പള്ളിയാണ് കോഴിക്കോട് ചാലിയത്തെ പുഴക്കര പള്ളി. നൂറ്റാണ്ടുകൾക്കിപ്പുറം 1498 പോർച്ചുഗീസ് സംഘം നടത്തിയ ആക്രമണത്തിൽ ചാലിയം പള്ളിക്കും കേടുപാടുണ്ടായി. പിന്നീട് കോഴിക്കോട് സാമൂതിരിയുടെ നേതൃത്വത്തിൽ പോർച്ചുഗീസ് സൈന്യത്തെ പരാജയപ്പെടുത്തിയാണ് പുഴക്കര പള്ളി പുനർനിർമ്മിച്ചത്. ചാലിയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ഭാഗവും കടലും പുഴയും ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശമാണ്. തെക്ക് ഭാഗത്ത് കടലിപ്പുഴ, വടക്ക് ഭാഗത്ത് ചാലിയാർ പുഴ, പടിഞ്ഞാറ് അറബിക്കടൽ, കിഴക്ക് ഭാഗത്ത് ചാലിയാറിൻ്റെ തന്നെ പല കൈവഴികളും, അങ്ങനെയൊക്കെ ഒരു തുരുത്തായിട്ടാണ് ചാലിയം അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ചാലിയം പൗരാണിക നഗരം എന്നായിരുന്നു മുമ്പ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഒരു കാലത്ത് മലബാറിലെ ഇസ്ലാമിക പഠന കേന്ദ്രമായിരുന്നു ചാലിയം. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെ ആദ്യ പഠനം നടത്തിയ ഇടം. അടുത്തടുത്തായി 12 പള്ളികൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പ്രദേശം. അറബിക് ഭാഷയിൽ ഏറെ ഗ്രന്ഥങ്ങൾ രചിക്കാൻ ഈ പ്രദേശവും ഒരു കാരണമായിട്ടുണ്ട്. അതായത് തുഹഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന സൈനുദ്ദീൻ മക്തൂം എഴുതിയിട്ടുള്ള പുസ്തകമുണ്ട്. അദ്ദേഹം പറയുന്നത് 827 ഈ ഇവിടുന്ന് ചേരമാൻ പെരുമാളും സംഘവും ഇവിടുന്ന് പോയിട്ടുള്ളത്. ആദ്യത്തെ കാലഗണനയിൽ 2 വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, പ്രവാചകന്റെ കാലത്ത് തന്നെ പോയി എന്ന് വിശ്വസിക്കുന്ന ആളുകളുമുണ്ട്. പ്രവാചകന്റെ ശേഷം 2 നൂറ്റാണ്ടുകൾക്ക് ശേഷം പോയിട്ടുള്ളൂ എന്ന് തൂഫത്തുൽ മുജാഹിദീന് വില്യൻ ലോഗൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ ഗ്രന്ഥങ്ങളിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും ഈ പള്ളി പണിതിട്ടുള്ളത് അറബുകൾ, പ്രവാചകന്റെ കാലത്തിന് മുമ്പേ വന്നു പോയിട്ടുള്ള സഞ്ചാരികൾ അവിടെ ഇസ്ലാമിൻ്റെ പ്രബോധനം ഉണ്ടാവുകയും ഇസ്ലാമം സ്വീകരിക്കുകയും അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള സംഘാംഗങ്ങളിൽ മുസ്ലിങ്ങൾ ഉണ്ടാവുകയും സ്വാഭാവികമായി ഇവിടെ മതപ്രബോധനത്തിന് വരുന്ന ആളുകൾ പള്ളി എടുത്തിട്ടുണ്ടാകും. ആ പള്ളി എടുത്തതിൻ്റെ കാലഗണന പ്രവാചകന്റെ കാലഘട്ടത്തിലാണെങ്കിൽ അത് 622 മുമ്പേ ആകണം. പ്രവാചകന്റെ കാലത്തിന് ശേഷമാണെങ്കിൽ അത് ഈ 8-ാം നൂറ്റാണ്ടിലോ 9-ാം നൂറ്റാണ്ടിലോ ആയിരിക്കണം. പള്ളിയുടെ ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്ത് 3 മാസം മുൻപ് പൈതൃക സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി ടൂറിസം വകുപ്പ് പുഴക്കര പള്ളി നവീകരിച്ചു. പണ്ടുകാലത്ത് സമയം നോക്കാൻ ഉപയോഗിച്ചിരുന്ന നിഴൽ ഘടികാരം ഉൾപ്പെടെ പഴമയുടെ എല്ലാ അടയാളങ്ങളും സംരക്ഷിച്ചുകൊണ്ടാണ് നവീകരണം പൂർത്തിയാക്കിയത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.